ക്ലിനിക് മാനേജ്മെന്റ് ശരിക്കും ഇപ്പോൾ എന്തായാലും BDS കഴിഞ്ഞ എല്ലാവരും കൂടുതലും ഒരു ക്ലിനിക്കൽ പ്രാക്ടീസ് അല്ലേ. ഇനിയിപ്പോൾ MDS കഴിഞ്ഞാലൊക്കെ ക്ലിനിക്കൽ പ്രാക്ടീസിലേക്കാണ് അവർ എത്തിപ്പെടുന്നത്. അക്കാഡമിക്സിലേക്ക് കുറച്ച് പേരാണ് മെഡിസിൻ പോസ്റ്റിംഗിലൊക്കെ ഒരു 10 days അങ്ങനെ ഇൻക്ലൂഡ് ചെയ്ത് കഴിഞ്ഞാൽ, കാരണം നമുക്ക് ഒരുപാട് ഇപ്പൊ നമ്മൾ കോട്ട കംപ്ലീറ്റ് ചെയ്തൊക്കെ എത്രയോ ഇന്റേൺഷിപ്പിലായാലും നമ്മൾ ഏറ്റവും കൂടുതൽ കേസ് എക്സ്പോഷറും കാര്യങ്ങളും കുറച്ച് ഫ്രീ ടൈം ഒക്കെ കിട്ടുന്ന ഒരു ഡിപ്പാർട്ട്മെന്റ് ഓറൽ മെഡിസിൻ ആണല്ലോ. അപ്പൊ ആ ഡിപ്പാർട്ട്മെന്റിൽ ശരിക്കും ഇങ്ങനെ ഒരു 10 days ഇങ്ങനെ മാറ്റി വെച്ച് കഴിഞ്ഞാൽ ഒരുപാട് ഡിഫറൻസ് അത് അവർക്ക് നല്ല ബെനിഫിറ്റ് ആയിരിക്കും. കാരണം ക്ലിനിക്ക് എങ്ങനെ മാനേജ് ചെയ്യണം, പേഷ്യൻസിനെ എങ്ങനെ മാനേജ് ചെയ്യണം, ക്ലിനിക്കിൽ ഇപ്പോൾ മാനേജ് ചെയ്യാന്ന് പറഞ്ഞാൽ അതിന്റെ ഫൈനാൻസ് മാനേജ് ചെയ്യാനുണ്ട്, അതുപോലെ തന്നെ എങ്ങനെ നമ്മൾ എംപ്ലോയീസിനെ മാനേജ് ചെയ്യേണ്ടതായിട്ടുണ്ട്. ഈ ഒരു സെറ്റപ്പും കാര്യങ്ങളൊന്നും പിന്നെ നമ്മൾ പഠിച്ചെടുക്കുകയാണ്. അത് ക്ലിനിക്ക് കഴിഞ്ഞ് പ്രാക്ടീസ് സ്റ്റാർട്ട് ചെയ്യുമ്പോൾ പഠിക്കുന്ന പോലെ ഉണ്ട്, തുടങ്ങിയിട്ട് പഠിക്കുന്ന പോലെ ഉണ്ട്. ഇതൊക്കെ പിന്നെയാണ് നമ്മളെ തലയിൽ ഇങ്ങനെ അങ്ങനെ ചെയ്താൽ ശരിക്കും ഓരോരോ പ്രയാസത്തിന് നമ്മൾ കുടുങ്ങിയിട്ട് നമ്മൾ ബുദ്ധിമുട്ടിലായിട്ടാണ് അത് ഓരോന്ന് പഠിക്കുന്നത്. ശരിക്കും ഒരിക്കലും കോളേജ് താര എക്സ്പെക്ടേഷൻ വെച്ച് ക്ലിനിക്കിൽ നമ്മൾ എത്തിക്കഴിഞ്ഞാൽ എൻറ്റയർലി ഡിഫറൻസ് സിനാരിയോ ആയിരിക്കും. അപ്പൊ ആ ഒരു എക്സ്പീരിയൻസ് ശരിക്കും കോളേജിൽ നിന്ന് കിട്ടിക്കഴിഞ്ഞാൽ ഒരുപാട് ഡിഫറൻസ് അത് ഉണ്ടാക്കും.